ഹായ് ഫ്രണ്ട്സ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ഇഡ്ഡലി ബാക്കി വന്നാൽ വൈകുന്നേരം എല്ലാവർക്കും കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഇഡ്ഡലി കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മസാല ഇഡ്ഡലി ഉണ്ടാക്കിയാലോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത് 3 ഇഡ്ഡലിയാണ്. ഇത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇഡ്ഡലി കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം എന്തോരം സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഇത് നമുക്കിനി ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഇഡ്ഡലിയും കൂടെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇഡ്ഡലി എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഡ്ഡലിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കാം. നന്നായിട്ട് വഴറ്റാം. ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കുറവാണ് ചേർത്തേക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി റോസ്റ്റ് ചെയ്ത് വെച്ച് ഇഡ്ഡലിയും കൂടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഈ മസാല ഇഡ്ഡലി. കാരണം എൻ്റെ വീട്ടിലെ പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ തീർച്ചയായും കുഞ്ഞുങ്ങളുള്ളവർ അമ്മമാരുണ്ടാക്കി കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം ഇഡ്ഡലി നന്നായിട്ട് പിടിക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും നിങ്ങളെ ഫീഡ്ബാക്കുകളൊക്കെ എനിക്ക് കമൻറ്റായിട്ട് അയക്കുകയും കൂടെ വേണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.